ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം പ്രകാശപൂരിതമാകുന്നത്. ഈ കുട്ടികളുടെ ജീവിതവും ക്രിസ്തുവിനാൽ നിറഞ്ഞ് അനേകർക്ക് വെളിച്ചമായി ഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മാമോദീസ വ്രതനവീകരണമാണ് അടുത്തത്. മാമോദീസ സമയത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് ഇവർക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞത്. മാതാപിതാക്കളിലൂടെ ലഭിച്ച വിശ്വാസ പാരമ്പര്യത്തിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയും കത്തോലിക്ക വിശ്വാസത്തിന്റെ കാതലായ സത്യങ്ങൾ ഇവർ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച അഭിവന്ദ്യ പിതാവിന്റെ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ മറുപടി പറയുന്നു. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതിനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്.
ശരീരത്തെ മനോഹരമായ വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. കുട്ടികളുടെ കൈകളിലെ ദീപങ്ങൾ അണയ്ക്കുക. മാതാപിതാക്കളുടെ പ്രതിനിധി ഈ കുഞ്ഞുങ്ങളെ സ്നേഹനാഥനായ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മാതാപിതാക്കളും ഈ സമയം ഏറ്റുചൊല്ലുന്നു. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അങ്ങ് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരംബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങേ ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഊർജ്ജസ്രോതസ്സും ഉച്ചസ്ഥായിയുമായ പരിശുദ്ധ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിത്യതയോളം നീളുന്ന ആത്മാവിന്റെ യാത്രയിലെ തിരുപ്പാധ്യായമാണ് പരിശുദ്ധ കുർബാന. ആദ്യ കുർബാന സ്വീകരണത്തിന്റെയും സ്ഥൈര്യലേപനത്തിന്റെയും കൃപാസമൃദ്ധിയിലൂടെ കടന്നുപോകുന്ന ഈ കുരുന്നുകളുടെ നിഷ്കളങ്കമായ നിയോഗങ്ങൾക്കൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ചേർത്ത് വയ്ക്കാം. അതീവ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ സജീവമായി ഈ ബലിയിൽ നമുക്കും പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം അങ്ങാകുന്നു. അങ്ങയുടെ ശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങേ ശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിന് അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്വസ്തിനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടവുമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാ കർത്താവേ,